ആ ഒരു ഉസ്താദിനെ വിട്ട് മറ്റുള്ള ഉസ്താദന്മാരെ ഇതിലേക്ക് വലിച്ച് ഇടരുത് എന്നാണ് ആദ്യമായിട്ട് പറയാനുള്ളത്. അർജുനന്റെ കാര്യത്തിൽ മൊല്ലാക്കന്മാർ പോകരുത്. കബീർ ബാക്കവി പോലെയുള്ള, അല്ലെങ്കിൽ നൗഷാദ് ബാക്കവി, അതേപോലെ സിറാജുദ്ദീൻ കാസിം ഉസ്താദ് ആകട്ടെ, അല്ലെങ്കിൽ ഓൺലൈൻ മജ്ലിസ് നടത്തുന്ന ഉസ്താദന്മാർ, മദനിയം, അതേപോലെ നൂർ അജ്മീർ എന്ന് പറയുന്ന വലിയുദ്ദീൻ ഫൈസ് ഉസ്താദ്, പല ഉസ്താദന്മാരും ആ സമയത്ത് ആണ് പറഞ്ഞത്. ഇതിൻ്റെ അകത്ത് മതത്തെയും വർഗീയതയും ഒക്കെ ഉണ്ടാക്കി എന്തൊക്കെയോ ചെയ്ത് എവിടേക്കോ എത്തിച്ചു ഈ ഒരു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ളവരെ, അർജുനന്റെ ഫാമിലിയും അതേപോലെ മനാഫുമായിട്ടുള്ള പ്രശ്നം അൽഹംദുലില്ലാ അത് കഴിഞ്ഞിരിക്കുകയാണ്. അതിനെക്കുറിച്ച് നിങ്ങളോട് അറിയിക്കണമെന്ന് തോന്നി, അതുകൊണ്ടാണ് ഈ വീഡിയോൻ്റെ അകത്ത് വന്നിട്ടുള്ളത്. വീഡിയോ നിങ്ങൾ മുഴുവനായിട്ടും കണ്ടു നോക്കുക. ഇതിൽ നടന്ന ചില വിഷയങ്ങൾ നമുക്ക് ഈ ഒരു വീഡിയോൻ്റെ അകത്ത് നമുക്ക് ചർച്ച ചെയ്യാം. ഏതായാലും നിങ്ങൾ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ മുഴുവനായിട്ടും കാണുക, ഇല്ലെങ്കിൽ പകുതിയിൽ നിർത്തി ആരും സ്കിപ്പടിച്ച് പോകരുത് എന്നാണ് ആദ്യമായിട്ട് പറയാനുള്ളത്. മറ്റൊരു കാര്യം പറയാനുള്ളത്, കഴിഞ്ഞ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തപ്പോൾ അതിൽ വന്നിട്ടുള്ള ഒരു കമൻറ്റ്, ഞാൻ അതിൻ്റെ അകത്ത് പറഞ്ഞത്, ഉസ്താദന്മാർ അർജുനന് ഈ ഒരു സംഭവം നടന്ന ആ ഒരു സമയത്ത് ഉസ്താദന്മാർ നല്ല രീതിയിൽ അർജുനനെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, എന്ന് വെച്ചാൽ ദുആ ചെയ്തിട്ടുണ്ടായിരുന്നു. യാതൊരു മതവും നോക്കാതെ, വർഗീയത അങ്ങനെ ഒന്നും നോക്കാതെ ഉസ്താദന്മാർ ആ അർജുനന് വേണ്ടി ദുആ ചെയ്തിട്ടുണ്ട്. അത് നമ്മൾ കാണാതെ പോകരുത്, അഭിനന്ദിക്കണം എന്നാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ആ ഒരു വീഡിയോയുടെ അകത്ത് ഒരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു. ആ കമൻറ്റ് നിങ്ങൾക്ക് സ്ക്രീനിൽ ഇട്ട് തരാം, ഒന്ന് നിങ്ങൾ വായിക്കുക. അതിൽ പറയുന്ന കാര്യങ്ങൾ നമുക്ക് ഒന്ന് ജസ്റ്റ് ചർച്ച ചെയ്യാം. അർജുനന്റെ കാര്യത്തിൽ മൊല്ലാക്കന്മാർ പോകരുത്. അർജുന് ഇത്തരത്തിലുള്ള അർജുനന്റെ വീട്ടിൽ പോയി പണം കൊടുത്തത് കാരണമാണ് ഈ ഒരു സംഭവം ഇത്രയും നടന്നത്, മനാഫിന്റെ തലയിലേക്ക് പോയത് എന്നാണ് പറയാനുള്ളത്. അപ്പോൾ സത്യത്തിൽ ഇവിടെ എന്താണ് സംഭവിച്ചത് എന്ന് എനിക്കറിയാല, നിങ്ങൾക്ക് അറിയുമെങ്കിൽ കമൻറ്റിലൂടെ അറിയിക്കാം. പക്ഷെ ഞാൻ പറയുന്നത് എന്താണ്, ഇപ്പോൾ ഒരു മൊയിലാറിനെ അല്ലെങ്കിൽ ഒരു ഉസ്താദ് തന്നെ പോയി അവിടെ പണം കൊടുത്ത് ഇത്തരത്തിലുള്ള പ്രശ്നം ഉണ്ടായി എന്ന് വിചാരിക്കുക. ആ ഒരു ഉസ്താദിനെ വിട്ട് മറ്റുള്ള ഉസ്താദന്മാരെ ഇതിലേക്ക് വലിച്ച് ഇടരുത് എന്നാണ് ആദ്യമായിട്ട് പറയാനുള്ളത്. ഇത്രയും ഉസ്താദന്മാർ എല്ലാവരും നല്ല രീതിയിൽ ആ ഒരു സമയത്ത് ദുആ ചെയ്യുകയും ആ പൊന്നു സഹോദരന് വേണ്ടി, ആ ഫാമിലിക്ക് വേണ്ടി എല്ലാവരും ദുആ ചെയ്ത കാഴ്ചകളൊക്കെ നമ്മളെല്ലാവരും കണ്ടതാണ്. നിങ്ങൾക്ക് കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായും അതിൻ്റെ വീഡിയോ ഞാൻ നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിൽ ഇട്ട് തരാം, ഒന്നുകൂടി നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. കബീർ ബാക്കവി പോലെയുള്ള, അല്ലെങ്കിൽ നൗഷാദ് ബാക്കവി, അതേപോലെ സിറാജുദ്ദീൻ കാസിം ഉസ്താദ് ആകട്ടെ, അല്ലെങ്കിൽ ഓൺലൈൻ മജ്ലിസ് നടത്തുന്ന ഉസ്താദന്മാർ, മദനിയം, അതേപോലെ നൂർ അജ്മീർ എന്ന് പറയുന്ന വലിയുദ്ദീൻ ഫൈസ് ഉസ്താദ്, പല ഉസ്താദന്മാരും ആ സമയത്ത് ദുആ ചെയ്തിട്ടുണ്ട്. അവർ അവിടെ മതമൊന്നും നോക്കിയിട്ടില്ല. അവർ ആ സഹോദരനെ ഒരു സഹോദരൻ്റെ രീതിയിലാണ് കണ്ടത്. ഐക്യത്തോടു കൂടിയാണ് ഇത്രയും കാര്യങ്ങൾ ചെയ്തത്. അപ്പോൾ ഏതായാലും അൽഹംദുലില്ലാ, ഇപ്പോൾ നിലവിൽ നമ്മൾ എല്ലാവരും കാണുന്നത് അർജുനൻ്റെ ഫാമിലിയും അതേപോലെ മനാഫും രണ്ടുപേരും കൈകോർത്ത് നല്ല രീതിയിൽ മുമ്പോട്ട് പോകുന്ന കാഴ്ചകളാണ് ഇന്നലെ മുതൽ നമുക്ക് കാണാൻ വേണ്ടി കഴിഞ്ഞത്. അപ്പോൾ ഇതിൻ്റെ പിന്നിൽ കുറേ ആൾക്കാർ നല്ല രീതിയിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. അവർ നമ്മൾ പറയാതിരിക്കാൻ വയ്യ. ഒരു 4 ആൾക്കാർ ആണെന്ന് തോന്നുന്നു. അവർ മനാഫ് എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ യൂട്യൂബ് ചാനൽ വഴി ലൈവിലും കൂടി വന്നിട്ടുണ്ടായിരുന്നു. ഖാദർ കരിപ്പൊടി, പിന്നെ ബുള്ളറ്റ് എന്ന് പറയുന്ന ഒരു, ശരിക്കും അവരെ അറിയില്ല, പിന്നെ സീക്രട്ട് ഏജൻറ്റ് എന്ന് പറയുന്നത് എനിക്ക് അറിയുന്ന ആൾക്കാരാണ് ഞാൻ പറഞ്ഞത്. ഇങ്ങനെ 4-5 പേര് അതിൽ നല്ലോണം പ്രവർത്തിച്ചിട്ടുണ്ട് അതിൻ്റെ പിന്നിൽ. ഏതായാലും അവരെ അഭിനന്ദിക്കുക തന്നെ ചെയ്യണം. പിന്നെ നമ്മുടെ സീക്രട്ട് ഏജൻറ്റ് പറയുന്ന അദ്ദേഹം ആണ് കുത്തിത്തിരിപ്പുണ്ടാക്കിയത്, 2 ഫാമിലി തമ്മിൽ കലർത്തിയത് എന്നൊക്കെ കേൾക്കാൻ വേണ്ടി കഴിഞ്ഞു. അതിൽ യാതൊരു വിധത്തിലുള്ള പങ്കും സീക്രട്ട് ഏജൻറ്റിന് ഇല്ല എന്നുള്ളത് അദ്ദേഹം വീണ്ടും തെളിയിച്ചിരിക്കുകയാണ്. അപ്പോൾ അദ്ദേഹത്തിനെയും കൂടി നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ഒരു വിഷയം വന്നാൽ തന്നെ അതിനെ ഇല്ലാത്തതൊക്കെ ഉണ്ടാക്കി പറയുന്നതിൽ വ്യൂവേഴ്സ് നമ്പർ 1 ആണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ നിങ്ങൾ അത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും ചെയ്യാതിരിക്കുക. സത്യം എന്താണെന്ന് അറിയുന്നത് വരെ നിങ്ങൾ ഈ ഒരു കാര്യത്തിൽ പെട്ടെന്ന് എന്തൊരു കാര്യമാണെങ്കിലും പെട്ടെന്ന് പോയി പ്രതികരിക്കാതിരിക്കുക. സീക്രട്ട് ഏജൻറ്റ് അത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും ചെയ്യാതെ തന്നെ എല്ലാ ആൾക്കാരും സീക്രട്ട് ഏജൻറ്റിൻ്റെ മുക്കിട്ട് കയറുകയും അദ്ദേഹത്തിന് സോഷ്യൽ മീഡിയയിൽ മൊത്തമായിട്ടും തെറി വിളിക്കുകയും ഹാരലുണ്ടായിരുന്നു. അപ്പോൾ ഏതായാലും ആവശ്യത്തിലേക്ക് കടക്കുന്നില്ല. അപ്പോൾ അദ്ദേഹം ഒന്നും ചെയ്തിട്ടില്ല എന്ന് ഒന്നും കൂടി
അദ്ദേഹം ഇതിൻ്റെ പിന്നിൽ വല്ലാതെ ശക്തിയായി തന്നെ പ്രവർത്തിക്കുകയും ആ രണ്ട് ഫാമിലിയെ കൂട്ടിച്ചേർക്കുകയും ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിന് ചെയ്യാത്ത കാര്യങ്ങളൊക്കെ വെറുതെ ഇല്ലാതെ വ്യൂവേഴ്സ് പ്രേക്ഷകരായ നിങ്ങൾ കുറേ എന്തെല്ലാം കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതും നിങ്ങൾ ശ്രദ്ധിക്കുക. ഇനി ഞാൻ പറയാൻ പോകുന്നത്, ഈ മനാഫിൻ്റെ വിഷയത്തിൽ ചർച്ച വന്ന സമയത്ത് അർജുനൻ്റെ ഫാമിലി ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പറയുമ്പോൾ മനാഫിന് എതിരായിട്ട് ഒരു കാര്യവുമില്ലാതെ ഒരു കാര്യം മനസ്സിലാക്കാതെ പ്രതികരിച്ചതായ ചില ആൾക്കാരുണ്ട്. അവരുടെ വീഡിയോ ഞാൻ നിങ്ങൾക്ക് ഒന്ന് സ്ക്രീനിൽ കാണിച്ചു തരാം. നിങ്ങൾക്കിത് കാണിക്കുന്നത് എന്താ വെച്ചാൽ, ഏതേ ഒരു കാര്യമാകട്ടെ അതിൽ നിങ്ങൾ ചിന്തിക്കണം, ശരിയാണോ തെറ്റാണോ, അതിൻ്റെ പിന്നീടുള്ള ഭാഗങ്ങൾ വരുന്നത് വരെ നിങ്ങൾ വെയിറ്റ് ചെയ്യുക. അതിൻ്റെ ഒരു എൻഡിങ് ഫൈറ്റ് ഉണ്ടാകും, അതുവരെ വെയിറ്റ് ചെയ്തിട്ടാണ് അതിനെ പ്രതികരിക്കേണ്ടത്. അല്ലാതെ കിട്ടിയത് ഇപ്പം ആദ്യം എന്തെങ്കിലും ഒരു ന്യൂസ് കണ്ടാൽ അതിനെ പോയിട്ട് പെട്ടെന്ന് തന്നെ പ്രതികരിക്കുകയോ അങ്ങനെയൊക്കെ ചെയ്യുകയും പാടില്ല എന്ന് പറയാൻ വേണ്ടി മാത്രമാണ് ഇത് നിങ്ങൾക്ക് ഇവിടെ പറഞ്ഞു തരുന്നത്. ജസ്റ്റ് നിങ്ങളൊന്ന് ആ ഒരു വീഡിയോ ഒന്ന് ജസ്റ്റ് നിങ്ങൾ കേട്ട് നോക്കുക. മനാഫിനെതിരായി പ്രതികരിച്ചതായ ചില വീഡിയോസൊക്കെ എനിക്ക് കാണാൻ വേണ്ടി കഴിഞ്ഞു. സോ അത് നിങ്ങളൊന്ന് കണ്ടു നോക്കുക. അതിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാകുന്ന കാര്യങ്ങൾ ഒന്ന് കമൻറ്റിലൂടെ അറിയിക്കണം കേട്ടോ. ഇത് മനാഫിൻ്റെ പ്രശ്നം വരുന്ന സമയത്ത് അവർ അപ്ലോഡ് ചെയ്തതായ ചില വീഡിയോസാണ്. ഓക്കെ, ഇതാ ഞാൻ പ്ലേ ചെയ്ത് തരാം. ഇവനെന്താ ചെയ്യുന്നത്? മുതലെടുക്കല്ലേ ചെയ്യുന്നത്? നാണവും മാനമില്ലാത്തൊരു ഡാഷിന്റെ മോൻ തന്നെ നമുക്ക് മനാഫിനെ ചിത്രീകരിക്കാം, അല്ലാണ്ട് വേറെ ഒന്നുമല്ല. ഇതുവരെ മനാഫ് എന്ന് പറയുന്ന വലിയ വെള്ളരിപ്രാവ് നന്മ മരം, എന്നാൽ അവൻ നന്മ മരമല്ല, നന്മ വിഷമാണ് എന്ന് തിരിച്ചറിഞ്ഞിട്ടും അവന് വേണ്ടി കുഴലൂതുന്ന ഹിന്ദു സ്ത്രീകളും ഹിന്ദു യുവാക്കളും ഹിന്ദു കിളവന്മാരും കിളവികളും എല്ലാത്തിനെയും കാണുമ്പോൾ ആണ് ഇവരെയൊക്കെ എടുത്തിട്ട് പൊട്ടക്കിണറ്റിൽ സോ കണ്ടല്ലോ, ഈ രണ്ട് വീഡിയോസ് എനിക്ക് കാണാൻ വേണ്ടി കഴിഞ്ഞു. ഇത് എനിക്ക് ഇറ്റ്സ് മീ കൈസർ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ചാനലിലൂടെയാണ് എനിക്ക് ലഭിച്ചത്. അപ്പോൾ ഏതായാലും അതിൻ്റെ ക്രെഡിറ്റ് അദ്ദേഹത്തിന് കൊടുക്കണമല്ലോ. അപ്പോൾ അതാണ് പറഞ്ഞത്. ഇതിൻ്റെ അകത്ത് മതത്തെയും വർഗീയതയും ഒക്കെ ഉണ്ടാക്കി എന്തൊക്കെയോ ചെയ്ത് എവിടെയൊക്കെയോ എത്തിച്ചു. ഈ ഒരു ജസ്റ്റ് ഒരു ചെറിയൊരു വാക്ക് ചെറിയൊരു അങ്ങോട്ടും ഇങ്ങോട്ടായതാണ് അവരുടെ വാക്ക് തമ്മിൽ. അതിനെ മതത്തിലേക്കും വർഗീയതയിലേക്കും എന്തൊക്കെ ചെയ്തു പഠിച്ചവനെ. അങ്ങനെ എന്തൊക്കെയോ ചെയ്തു കാട്ടുന്നുണ്ട് സോഷ്യൽ മീഡിയ എന്ന് പറയുന്ന ഈ ഒരു പ്ലാറ്റ്ഫോമിൽ. നിങ്ങൾ മനസ്സിലാക്കണം, അതിന് വേണ്ടിയിട്ടാണ് പറയുന്നത്. സോ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ, എന്ത് പ്രശ്നങ്ങൾ വരുമ്പോഴും അതിന് പെട്ടെന്ന് തന്നെ പ്രതികരിക്കാതിരിക്കുകയാണ് എനിക്ക് പറയാനുള്ളത്. സോ ഇവർ രണ്ടുപേരുടെയും എന്തൊക്കെയോ വായി തോന്നുന്നതൊക്കെ വിളിച്ചു പറയുന്നുണ്ട്. ഇപ്പോൾ അവരുടെ അവസ്ഥ എന്തായിരിക്കുമെന്ന് എനിക്ക് ചിന്തിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഇപ്പോൾ നിലവിൽ എന്താണെന്ന് വെച്ചാൽ, മനാഫ് എന്ന് പറയുന്ന വ്യക്തിക്ക് എതിരെ ഉണ്ടായിരുന്നതും ഒക്കെ അങ്ങ് താന്നു പോവുകയാണ്. അത് ആദ്യം മുതൽ തന്നെ അങ്ങനെയാണ്. അല്ലെങ്കിൽ ഒരു ഓണർ എന്ന് പറയുന്ന രീതിയിൽ ഇത്രയും എഫേർട്ട് എടുത്ത് 70 ഡേയ്സ് അവിടെ തന്നെ നിൽക്കുകയും അർജുനനെ തിരക്കുന്നതിന് വേണ്ടി അതിൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുകയും എല്ലാ രീതിയിലുള്ള സപ്പോർട്ട് ചെയ്ത ഒരാളെ ഒരിക്കലും താഴ്ത്തുമ്പോൾ അതിലുണ്ടാകുന്ന വിഷമങ്ങൾ അത് കുറച്ചല്ല, പറയാൻ വയ്യ, അത്രയും വിഷമം ഉണ്ടാകും എന്നുള്ളതിൽ യാതൊരു സംശയവും വേണ്ട. പക്ഷെ ഇതൊക്കെ സഹിച്ചുകൊണ്ട് അദ്ദേഹം വീണ്ടും മാഫ് പറയുകയാണ് പ്രസ് മീറ്റിലൊക്കെ. അങ്ങനെ ഇങ്ങനെ തുടങ്ങി കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. അതിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല, വീഡിയോ ഇങ്ങനെ ലോങ്ങായി പോകും. അപ്പോൾ ഇത്ര പ്രശ്നങ്ങൾ ഉണ്ടായതിന് ശേഷം അൽഹംദുലില്ലാഹ് ഇപ്പോൾ നമുക്ക് കാണാൻ വേണ്ടി കഴിഞ്ഞത് ആ രണ്ട് ഫാമിലിയും, മനാഫിൻ്റെ ഫാമിലി ആകട്ടെ അല്ലെങ്കിൽ അർജുനൻ്റെ ഫാമിലി ആകട്ടെ, രണ്ടാൾക്കാരും കൈകോർത്തുകൊണ്ട് നല്ല രീതിയിൽ മുമ്പോട്ട് പോകുന്നുണ്ട്. ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചതായ ചില ആൾക്കാരുണ്ട്. ഞാൻ ആദ്യം തന്നെ പറഞ്ഞതുപോലെ അവർ വളരെ നല്ല കാര്യമാണ് ചെയ്തത്. നമ്മൾ അഭിനന്ദിക്കണം. കാരണം ഇത്രയും ചെറിയൊരു പണക്കത്തിൻ്റെ പേരിൽ സോഷ്യൽ മീഡിയ ഒന്നടങ്കമായിട്ട് ഇതിൻ്റെ വിഷയത്തിലായിട്ട് ചർച്ച വിഷയമായി മാറിയിട്ടുണ്ടായിരുന്നു. ട്രെൻഡിങ്ങിലേക്ക് കടന്നിട്ടുണ്ടായിരുന്നു ഈ ഒരു വിഷയം. നമ്മുടെ കർണാടക ഭാഗത്താണ് ഈ ഒരു സംഭവം നടന്നതെങ്കിലും കർണാടക ഭാഗത്തു കൂടി സോഷ്യൽ മീഡിയയിൽ അല്ലെങ്കിൽ ന്യൂസിലും കൂടി ഇത്തരത്തിൽ ഈ ഒരു വിഷയം ചർച്ചയായി. കേരള ഭാഗത്തും ചർച്ചയായി. രണ്ട് ഭാഗത്തും നല്ലോണം ചർച്ചയായ ഒരു വിഷയമാണ്. ഏതായാലും അൽഹംദുലില്ലാഹ് ഇപ്പോൾ എല്ലാം ക്ലിയറായി നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നുണ്ട്, ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഏതായാലും പറയാനുള്ളത് ഇത്ര മാത്രമാണ്. കമൻ്റ് ഇടുന്നവർ അല്പം സൂക്ഷിക്കുക, ചിന്തിക്കുക, എന്നിട്ട് കമൻ്റ് ഇടുക. വിഷയങ്ങൾ പറയുമ്പോഴും ചിന്തിക്കുക, എന്നിട്ട് ആ വിഷയങ്ങൾ അവതരിപ്പിക്കുക. നമ്മുടെ ചിന്തയിലാണ് എല്ലാം ഇരിക്കുന്നത്. ആദ്യം ചിന്ത, പിന്നീട് സംസാരം. കഴിഞ്ഞ വീഡിയോൻ്റെ അകത്തും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആദ്യം ചിന്തിക്കണം, പിന്നീടാണ് നമ്മുടെ സംസാരം വരേണ്ടത് എന്നുള്ള രീതിയിൽ നിങ്ങൾ ലൈഫിൽ കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളിലേക്ക് ഓടിച്ചാടി വീഴാതെ അതിലേക്ക് ചിന്തിച്ച്
അതിലേക്ക് പ്രതികരിക്കാൻ വേണ്ടി ശ്രമിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എന്തെങ്കിലും വാക്കിലോ പ്രവൃത്തിയിലോ എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നു പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പൊരുത്തപ്പെട്ടു തരിക എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കാവുന്നതാണ്.